നിങ്ങൾ വരൂ കേട്ടോ. മിസ്സിസ് സ്മൃതി പരുത്തിക്കാട് മുതിർന്ന വനിതാ ജേർണലിസ്റ്റാണ്. റിപ്പോർട്ടർ ടിവിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. സ്മൃതി പരുത്തിക്കാടിനെതിരെ ഭയങ്കരമായ സൈബർ ആക്രമണം എന്നതാണ് പുതിയ വാർത്ത. റിപ്പോർട്ടർ ടിവി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനെതിരായ സൈബർ ആക്രമണത്തിൽ DGPക്ക് പരാതി നൽകി. എല്ലാവരും അപലപിക്കുന്നുണ്ട്, ഞാനും അപലപിക്കുന്നു. കാരണം സ്ത്രീയായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിജീവിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അതികഠിനമാണ്. എന്നാൽ എന്താണ് സ്മൃതി ആക്രമിക്കപ്പെടാൻ കാരണം? എന്താണ് സത്യത്തിൽ അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്നത് ആലീസിന്റെ വണ്ടർലാൻഡിലേക്കുള്ള യാത്ര പോലെ രസകരമായ യാത്രയാണ്. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതാണ്. റിപ്പോർട്ടർ TV നടന്ന ബിഗ് ബോസ് ഷോയായ മീറ്റ് ദ എഡിറ്റേഴ്സിന്റെ ഇരയാണ് സ്മൃതി പരുത്തിക്കാട്. അതെ, ഇര എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2-3 ആണുങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു ഷോയാണിത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനും പച്ചത്തറി പറയാനും ഒക്കെ പെണ്ണുങ്ങൾ വേണം. ഈ പരിപാടിയുടെ ക്യാമറ ആംഗിളുകൾ മുതൽ എക്സ്പ്രഷൻ ഒപ്പിയെടുക്കുന്നത് വരെ ഒരു ആൺ കാഴ്ചയ്ക്കുള്ള ഒരു ഷോയാണിത്. ദ മെയിൽ ഗേസ്, ആൺ കാഴ്ച എന്ന് നമ്മൾ പറയില്ലേ. ഫെമിനിസ്റ്റും ഫിലിം തിയറിസ്റ്റുമായ ലോറ മൾവി ഇതിനെ വിശേഷിപ്പിച്ചതാണ് മെയിൽ ഗേസ് എന്ന്. ആ ആൺ കാഴ്ച പല തരത്തിലുണ്ട്. ക്യാമറയുടെ പിന്നിലെ ക്യാമറാമാനെ രസിപ്പിക്കണം, ഈ പെണ്ണുങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്ന ആണുങ്ങളെ രസിപ്പിക്കണം, പരിപാടി TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരെ, പ്രത്യേകിച്ചും ആൺ കാഴ്ചക്കാരെ രസിപ്പിക്കണം. ഇവള് കൊള്ളാം, ഇവള് പോരാ എന്ന് എന്തെങ്കിലുമൊക്കെ ഈ പെണ്ണുങ്ങളെ പറ്റി പറയാനുള്ള ഒരു അവസരം ഈ ഷോയിൽ വേണം. അത്തരത്തിലുള്ള റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സിന്റെ പരിപാടിയാണ്. അവതാരകർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ നിർബന്ധിതമായ ഒരു ഫോർമാറ്റ് മലയാളത്തിൽ കൊണ്ടുവരുന്നത് മീറ്റ് ദ എഡിറ്റേഴ്സാണ്. അവിടെ ഇരുചേരികളിൽ പോരടിക്കാൻ 2 സ്ത്രീകളുണ്ടായിരുന്നു. ആദ്യം തന്നെ സ്മൃതി ഉണ്ടായിരുന്നു, സുജയ ഉണ്ടായിരുന്നു. ഈ ഷോയുടെ ഇരയാണ് സത്യത്തിൽ സ്മൃതി പരുത്തിക്കാട്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് സ്മൃതി അനുഭവിക്കുന്ന സൈബർ ആക്രമണം. മീറ്റ് ദ എഡിറ്റേഴ്സിൽ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് അവിടെ തീരില്ല. സ്മൃതി ഡിബേറ്റ് നടത്തുമ്പോൾ ആ രാഷ്ട്രീയം അതിലേക്കും പടർത്താൻ വേണ്ടി സ്മൃതി നിർബന്ധിതയാവുകയാണ്. ഫലം എന്താണ്? ഡിബേറ്റിൽ സ്മൃതിക്ക് മുന്നിൽ എത്തുന്ന CPM പ്രതിനിധികളുമായിട്ടുള്ള തർക്കം സ്ഥിരം കാഴ്ചയായി മാറി. പുതിയ വിഷയം എന്ന് പറയുന്നത് സ്മൃതി വയനാട് ദുരന്തത്തിൽ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മയെ അപമാനിച്ചു എന്നുള്ളതാണ്. ഈ വീഡിയോ നോക്കൂ, സ്മൃതി സംസാരിക്കുന്നുണ്ടോ? നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണത്. പോരാ, ഒട്ടും പോരാ എന്നാണ് ഞാൻ പറയുക. മനസ്സിൽ വരുന്ന കാര്യം സമർത്ഥമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു നല്ല ഭാഷ സ്മൃതിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായി പോവും, വൈകാരികമായി പോറും, അവഹേളനമാകും, അവരനെ അപമാനിക്കുന്നതാവും, ആവശ്യമില്ലാത്ത ഒച്ച ബഹളമൊക്കെ ആയി മാറും. സ്വാഭാവികമായിട്ടും സ്മൃതിയുടെ ആക്ഷേപം കേൾക്കുന്നവർക്ക് നല്ല വിഷമം വരും, നല്ല അപമാനം തോന്നും, സങ്കടം തോന്നി. എന്താ വെച്ചാൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതാണ്. ഈ വീഡിയോ മാത്രമല്ല, നിങ്ങൾ സ്മൃതി സംസാരിക്കുന്ന വീഡിയോ ഏത് വേണമെങ്കിലും എടുത്തു നോക്കൂ. അതിലൊന്നും പറഞ്ഞു വരുന്ന കാര്യം കൃത്യമായി ഭംഗിയായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഭാഷ സ്മൃതിക്കില്ല. ടെലിവിഷനിൽ രാഷ്ട്രീയം പറയുന്ന ആദ്യത്തെ സ്ത്രീയൊന്നുമല്ലല്ലോ സ്മൃതി. അപ്പോൾ മലയാള മുഖ്യധാര ടെലിവിഷനിലെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ്, വിശകലനത്തിലൊക്കെ സ്ത്രീകൾക്ക് തുടക്കം മുതലേ വലിയ പങ്കുണ്ട്. സിന്ധു സൂര്യകുമാറിന്റെ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ആദ്യമൊക്കെ ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം പത്രങ്ങളിലെ താപ്പാനകളായ രാഷ്ട്രീയ ലേഖകരൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എല്ലാ ആണുങ്ങളായിരുന്നു. അവർക്കിടയിൽ ഒരു പെൺകുട്ടി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിവർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമുള്ള കാഴ്ചയായിരുന്നത്. തിരുവനന്തപുരത്ത് ഞാൻ ജീവിക്കുമ്പോണ്ടല്ലോ, എനിക്ക് സിനിമക്കാരെക്കാൾ കൂടുതൽ സിന്ധുവിനെ പോലെയുള്ളവരെയൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളത്. പ്രഭാത പരിപാടി അവതരിപ്പിക്കുക, ഫീച്ചർ സ്റ്റോറി, കല, കുട്ടികൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഷയം, സിനിമ, സംഗീതം തുടങ്ങിയ സോഫ്റ്റ് മേഖലകളിലൊക്കെ ഒതുങ്ങിയിരുന്ന വനിതാ ജേർണലിസ്റ്റുകൾ രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്നത് ആദ്യകാലത്ത് വലിയ പുതുമയായിരുന്നു. സിന്ധു സൂര്യകുമാർ, ദീപ, അനുജ, അനുപമ വെങ്കിടേഷ്, ഷാനി, നിഷ, വീണ ജോർജ് എന്നിവരുടെയൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ പൊതുവെ സ്ത്രീകൾക്ക് വലിയ ഊർജ്ജം തന്നെയായിരുന്നു. അന്ന് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ അത്ര സജീവമൊന്നും ആയിരുന്നില്ല. മാധ്യമങ്ങൾ ഇത്ര പച്ചയായി രാഷ്ട്രീയം പറഞ്ഞിരുന്നുമില്ല. എന്നാൽ സോഷ്യൽ മീഡിയ കടന്നു വന്നതോടെ എല്ലാവർക്കും അനുകൂലികളുണ്ടായി, ആരാധകരുണ്ടായി, പ്രതികൂലികളുണ്ടായി, ശത്രുക്കളുണ്ടായി.
എങ്കിലും പൊതുസമൂഹത്തിന്റെ ധാരണ വാർത്താ അവതാരകർക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാട് ഉണ്ടെന്നാണ്. UDF, LDF, BJP ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിഴവും അവർ തുറന്നു കാട്ടും, അങ്ങനെ പക്ഷം പിടിക്കില്ല എന്നൊക്കെയാണ് പ്രേക്ഷകർ കരുതുന്നത്. എന്നാൽ റിപ്പോർട്ടർ TVയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രേക്ഷകരുടെ ഈ ധാരണ അങ്ങ് മാറ്റിക്കുറിക്കുകയാണ് ചെയ്തത്. സ്മൃതി എല്ലായ്പ്പോഴും അവകാശപ്പെടുന്നത് താൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഇടതാണെന്നാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം, കാരണം സ്മൃതി അതേസമയം തന്നെ കടുത്ത CPM വിരോധിയാണ്, പിണറായി വിരോധിയുമാണ്. CPM പാർട്ടിയിലുള്ളവർ മാത്രമല്ലല്ലോ ഇടത്. അപ്പൊ സ്മൃതി പറയുന്ന ജോസഫ് C. മാത്യു അങ്ങനെയൊക്കെ ചില രമ ഇടത് ഉണ്ടായിരിക്കാം. ഇടതെന്ന് വിശേഷിപ്പിക്കാൻ നമ്മളത് അംഗീകരിക്കേണ്ടി വരും. സ്വയം ഞാൻ ഇടതാണെന്ന് പറയുമ്പോൾ ഇപ്പൊ VD സതീശൻ ഉൾപ്പെടെയുള്ള പല കോൺഗ്രസ്സുകാരും അവർ ഇടതാണെന്ന് അവകാശപ്പെടുന്നത് പോലെ. എന്തായാലും CPM പ്രതിനിധികൾ സ്മൃതിയുടെ ചർച്ചയിലെത്തുമ്പോൾ സ്മൃതി അവരെ വളരെ നീചമായി അപമാനിക്കും, നിന്ദിക്കും, സംസാരിക്കാൻ സമ്മതിക്കില്ല, സമയം കൊടുക്കില്ല. അതിന്റെ തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ സ്മൃതി വിമർശിക്കപ്പെടുന്നതൊക്കെ സ്ഥിരം കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട്. മീറ്റ് ദ എഡിറ്റേഴ്സിൽ സ്മൃതി പറയുന്നത് മിക്കപ്പോഴും കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും സ്മൃതി മീറ്റ് ദ എഡിറ്റേഴ്സിൽ വന്ന് പറയുന്നത്. അരുണും ആൻഡോയും സുനിലും ഒക്കെ CPM പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറയുന്നത്. സുജയ സംഘികളുടെ പ്രതിനിധിയായിരുന്നു. പുതുതായി വന്ന മാധു, പോയ ജിമ്മി പലപ്പോഴും നിഷ്പക്ഷ നിലപാട്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും പറയുന്നതിൻ്റെ ഒരു എതിർ പക്ഷമൊക്കെ എടുത്ത് അങ്ങോട്ട് സംസാരിക്കും. തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയ കക്ഷികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന അഭിപ്രായം പറയുന്നവർ എതിർ പാർട്ടിക്കാരാൽ വിമർശിക്കപ്പെടും, ആക്രമിക്കപ്പെടും. സ്വാഭാവികമാണിത്. സൈബർ ആക്രമണം മാത്രമല്ല കേട്ടുള്ളത്. സ്മൃതിക്കൊക്കെ നല്ല ആരാധകരുണ്ട്, സ്മൃതിക്ക് ഫാൻ പേജൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത് പച്ച രാഷ്ട്രീയം പറയുന്നവർ, അത് പറയാൻ നല്ല ഭാഷയില്ലാത്തവർ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തവർ സ്മൃതിയെ പോലെ പ്രശ്നത്തിലാകും, വിമർശിക്കപ്പെടും. സ്മൃതിയും വിമർശിക്കപ്പെടുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തതിൻ്റെ പേരിലാണെന്നാണ് എൻ്റെ ഒരു വിചാരം. രാഷ്ട്രീയം പറയുന്നത് കൊണ്ട് മാത്രമാണോ സ്മൃതി വിമർശിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് എപ്പോഴും എടുത്ത പ്രൊഫൈലുകളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ എല്ലാ സീമകളും കടന്നിട്ടുള്ള അറ്റാക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. സ്മൃതി ഇത്രയേറെ സ്മൃതി ആക്രമിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് സ്മൃതി. അവരെ അതും ഇതും പറയാൻ ആണുങ്ങൾക്കൊരു സന്തോഷ, ഒരു പ്രത്യേക രസം. അതിനാൽ വിമർശനത്തിന് ആൾക്കാർ കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ലക്ഷ്മി പത്മ അരിത ബാബുവിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ, ഒരു PR വർക്ക് പോലെ ഒരു സുഖിപ്പിക്കുന്ന ഇന്റർവ്യൂ ചെയ്തപ്പോൾ നന്നായി വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ ആക്രമണത്തിന്റെ തോത് വളരെ കൂടുതലായിരുന്നു. അത് ആനുപാതികമായിരുന്നില്ല ആ ആക്രമണം. ആളുകൾക്ക് ഒരു രസമാണ്. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ലക്ഷ്മി എതിർ നിലപാടെടുത്തപ്പോൾ അതേ ലക്ഷ്മിയെ ആദ്യം ആക്രമിച്ചവർ പിന്നീട് പിന്തുണയ്ക്കുന്നു, മുമ്പ് പിന്തുണച്ചവർ പിന്നെ എന്താ പറയുക, സമാനതകളില്ലാത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ആക്രമണത്തിന്റെ തോത് വളരെ കൂടുതലായിരുന്നു. കായംകുളം MLA പ്രതിഭ, പിണറായിയുടെ മകൾ വീണ ജോർജ് തുടങ്ങിയ ചിലരെയൊക്കെ ആളുകൾ ആക്രമിക്കുന്നത് ഇതുപോലെ അനുപാതരഹിതമായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ കാരണം ശാരദക്കുട്ടി ടീച്ചർ ഒരു പോസ്റ്റായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്: അവരവരുടേതല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരെ അവഹേളിക്കൽ ഒരു പ്രത്യേകതരം സംസ്കാരമായിട്ട് വളർന്നു വരികയാണ്. അതൊരു സ്ത്രീയാണെങ്കിൽ പിന്നെ ആ അവഹേളനം പറയുന്നവൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ നിലയനുസരിച്ച് ഏത് തലം വരെയും അധപ്പതിക്കും. സ്മൃതിക്കെതിരെയുള്ള ഈ അധിക്ഷേപങ്ങൾ ഇപ്പോൾ നടക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിതരോടുള്ള ദയ കൊണ്ട് മാത്രമാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് തെറ്റാണ്. അവരെ അപമാനിച്ചതിലുള്ള രോഷമാണെന്ന് കരുതിയാലും തെറ്റി. വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരു സ്ത്രീയോടുള്ള അസഹിഷ്ണുതയാണത്. പ്രതിഭയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെയും പറയാനുള്ളൂ. സ്ത്രീയാകുന്നത് തെറ്റ്, ആർജവമുള്ള സ്ത്രീയാകുന്നത് രണ്ടാമത്തെ തെറ്റ്, രാഷ്ട്രീയമുള്ള സ്ത്രീയാകുന്നത് മൂന്നാമത്തെ തെറ്റ്. സൗന്ദര്യം കൂടിയുള്ള ഒരു സ്ത്രീ ആയാലോ അവളെ മേക്കിട്ട് കയറി വലിച്ചു കീറി അറപ്പില്ലാതെ ഭോഗാസക്തിയും വെറുപ്പും തീർക്കാമെന്നാണ്. റേപ്പിസ്റ്റുകളുടെ ഇടയിലാണ് നമ്മുടെ സൈബർ ജീവിതമെന്ന് ഓരോ സ്ത്രീയും ഓർത്തിരിക്കുക. ഇവിടെ സ്മൃതി പരുത്തിക്കാട് ഒറ്റയ്ക്കല്ല. നാളെ ഞാനാകാം, മറ്റന്നാൾ മറ്റൊരാളാകാം എന്നാണ് ശാരദക്കുട്ടി ടീച്ചർ പറയുന്നത്. ശരിയാണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും ശരിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സമ്മതിക്കാൻ മടിയുണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കും, സ്മൃതിയെ മാത്രമല്ലേ ആക്രമിക്കുന്നത്, അതപ്പോൾ അവരുടെ കയ്യിലിരിപ്പോണ്ട് കൊണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. 24 ന്യൂസിലെ ഇലക്ഷൻ സമയത്ത് ഒരു ഗ്രാൻഡ് ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഗോപികൃഷ്ണൻ, ദിലീപ്, SKN, ഹാഷ്മി, അസിത എന്നിവരൊക്കെ നയിക്കുന്നൊരു നല്ല രസമുള്ള ചർച്ചയാണ്. അതിൽ ഹാഷ്മിക്ക് ഈ സ്മൃതിയുടെ അതേ തകരാറുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ നല്ല ഭാഷയില്ല, നല്ല വാക്കുകളില്ല. എല്ലാം വൈകാരികമായിട്ട് ഇങ്ങനെ കഥാപ്രസംഗമായിട്ട് മിനിമം വാക്കുകൾ തിരിച്ചും മറിച്ചും. മിനിമം വാക്കാണ് ഉപയോഗിക്കുക, ഒരു 10 വാക്കായിരിക്കും, അത് ഉപയോഗിച്ച്
തിരിച്ചും മറിച്ചും പറയുമ്പോൾ മിക്കവാറും അബദ്ധവും വിവരമില്ലായ്മയാവും, എതിരാളിയെ അവഹേളിക്കുന്നതൊക്കെയായി മാറും. അസിത ചർച്ചയിൽ ഈ വീക്ക്നെസ് കൃത്യമായി കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു ഹാഷ്മിയുടെ. ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അസിത താരമായി. ഹാഷ്മി ആക്രമിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, തുറന്നു കാണിക്കപ്പെട്ടു. ഹാഷ്മിയുടെ വിവരമില്ലായ്മ ആ ചർച്ചയിലൂടെ ഓരോ ദിവസവും പുറത്തു വന്നു. അതിനനുസരിച്ച് ഹാഷ്മി പരിഹസിക്കപ്പെട്ടു. അപ്പൊ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടും, പെട്ടെന്ന് ആരാധകരുണ്ടാകും, പെട്ടെന്ന് എതിരാളികളുണ്ടാകും. ആരെയും വിമർശിക്കാം, വിമർശിച്ചുകൂടാന്നല്ല പറയുന്നത്. ഹാഷ്മിയെ വിമർശിക്കാം, അസിതയെ വിമർശിക്കാം, അനുപാതരഹിതമായി ആരെയും ആക്രമിക്കരുതെന്നാണ് പറയുന്നത്. സ്മൃതി പലപ്പോഴും ചർച്ചകളിൽ എതിരാളികളെ അനുപാതരഹിതമായി ക്രൂരമായി ആക്രമിക്കുന്ന ആളാണ്, അവഹേളിക്കുന്ന ആളാണ്. തീർച്ചയായും സ്മൃതിക്ക് തിരിച്ചും കിട്ടും. പിന്നെ ശാരദക്കുട്ടി ടീച്ചർ പറഞ്ഞതുപോലെ സ്മൃതിക്ക് കുറച്ചധികം ഈ ഒരു കാരണം കൊണ്ട് കുറച്ചധികം കൂടെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ എന്ന് പറയണേ. ഇന്ന് ടെലിവിഷൻ സ്ത്രീകളില്ലാത്ത ലോകമൊന്നും അല്ല കേട്ടോ. ക്യാമറയ്ക്ക് പിന്നിൽ അനേകം കിഡിലൻ മിടുക്കൻ വനിതാ ജേർണലിസ്റ്റുകളുടെ TV സ്റ്റുഡിയോയിൽ ഇരുന്ന് ലൈവ് ചർച്ചയുടെ PCR നിയന്ത്രിക്കുന്ന ചുറുചുറുക്കുള്ള പെണ്ണുങ്ങളുണ്ട്. പൊടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കാൻ കഴിവുള്ള നല്ല പെണ്ണുങ്ങളാണ്. എന്നാലും നമ്മുടെ വാർത്താ ഉപഭോഗ സംസ്കാരം പലപ്പോഴും പുരുഷ കാഴ്ചയ്ക്കുള്ള ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. അതിൽ സംഘികൾ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, ലീഗുകാർ, ഏത് രാഷ്ട്രീയമുള്ള ആണുങ്ങൾക്ക് പുൽകാനും തല്ലാനുമുള്ള പെൺ ശബ്ദങ്ങൾ ഇന്ന് മുഖ്യധാരാ വാർത്താ ചാനലുകളുണ്ട്. അവർ പലരെയും തരംതിരിച്ചെടുത്തിട്ടുണ്ട്. ഇവരെ വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിലുള്ളവർ പ്രേക്ഷകരുടെ പ്രതിനിധികളായി നിർത്തുക എന്നത് ഒരു പ്രോഗ്രാം ഫോർമാറ്റിൻ്റെ ആ പരിണിത ഫലമാണ് സ്മൃതി ഇന്ന് നേരിടുന്ന സൈബർ ആക്രമണം എന്നാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ ഇരയായ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ, സുജയ ശരിക്കും സംഖ്യയായിരുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കാറുണ്ട്. എനിക്ക് സംശയം തോന്നാറുണ്ട്. അതോ ഈ ഷോയുടെ വിജയത്തിന് വേണ്ടി ഇവരെ സംഖ്യയായിട്ട് വേഷം കെട്ടിച്ച് നിർത്തി സംഘീയ രാഷ്ട്രീയം പറയിപ്പിച്ചതാണോ? സത്യം സുജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ശരിക്കും ടെലിവിഷനിലെ ബിഗ് ബോസ് ഷോയാണ് റിപ്പോർട്ടറിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ്. അവിടെ നല്ല ഭാഷയുള്ള, സംസാരിക്കാൻ നല്ല കഴിവുള്ളവർ, നമ്മുടെ സാബുവിനെയൊക്കെ പോലെയുള്ളവർ സർവൈവ് ചെയ്യും, വിജയികളാകും. നിങ്ങൾക്കറിയാമോ, എല്ലാ ബിഗ് ബോസ് ഷോ നടക്കുമ്പോഴും അതിലൊരു വിജയി മാത്രമല്ല ഉണ്ടാവുന്നത്, അതിലൊരു ഇര ഉണ്ടാവും. പ്രേക്ഷകർ മുഴുവൻ വെറുക്കുന്ന, പ്രേക്ഷകരുടെ മുഴുവൻ തെറി ഏറ്റുവാങ്ങുന്ന ചിലർ. അത് ആ ഷോയുടെ വിജയത്തിന് ഷോയുടെ സംഘാടകർ ഓരോ റോൾ പ്ലേ ഒക്കെ കൊടുത്ത് ഓരോരുത്തരും അങ്ങനെ ചിത്രീകരിക്കുന്നതാണ്. വില്ലനുണ്ടെങ്കിലേ നായകനുള്ളൂ. അതുപോലെയാണ് ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് ഒക്കെ. അവിടെ ആൻഡോയ്ക്കും അരുണിനും ഷൈൻ ചെയ്യണമെങ്കിൽ ഒരു സ്മൃതി അല്ലെങ്കിൽ ഒരു സുജയ പാർവതി അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ പറയുമ്പോൾ SKN 24 വിജയകുമാറിനെ ഇങ്ങനെ അടുത്ത് വിളിച്ചു നിർത്തി തമാശയൊക്കെ പറഞ്ഞ പരിഹസിച്ച് കുറച്ചിങ്ങനെ കളിയാക്കിയൊക്കെ നിർത്തി. എന്തിനാ? SKNനും ഹാഷ്മിക്കും ഷൈൻ ചെയ്യണമെങ്കിൽ അപ്പുറത്തൊരു വിജയകുമാർ വേണം. മോഹൻലാലിന് ശ്രീനിവാസൻ എന്ന പോലെ. അതേസമയം പുതിയ ഇപ്പോൾ 24 ഷോ വന്നപ്പോൾ ഹാഷ്മിയെ വിജയകുമാറിന്റെ റോളിലേക്ക് മാറ്റി അസിത അസാധ്യ പെർഫോമൻസ് നടത്തി. ഹാഷ്മി നിന്ന് മണ്ടത്തരം പറയുന്നതുകൊണ്ട് മാത്രമാണ് അസിതയ്ക്കും ഗോപികൃഷ്ണനും ദിലീപിനും ഒക്കെ വലിയ ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റിയത്, അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. ഹാഷ്മി ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ഷോ വളരെ ശോകമുഖമായിരുന്നേ. അപ്പൊ സ്മൃതിക്ക് ഇപ്പോൾ വലിയ ഐക്യദാർഢ്യമൊക്കെ പറയുന്നുണ്ട്, അരുണും ആൻഡോയും സുനിലും ഒക്കെ. പക്ഷെ അവർക്കും കൃത്യമായിട്ട് അറിയാം സ്മൃതി ഉണ്ടെങ്കിലേ ഷോ വിജയിക്കുമെന്ന്. സ്മൃതി ഉണ്ടെങ്കിലേ അരുണുള്ളൂ. ഈ ഷോയുടെ ഇരയാണ് സ്മൃതി. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് സ്മൃതി അനുഭവിക്കുന്ന ഈ സൈബർ ആക്രമണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?